ശ്രീമതി നിത കെ ഗോപാൽ, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മേധാവി, നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീമതി നിത കെ ഗോപാൽ, ഈ മഴ ഇന്ന് പല ജില്ലകളിൽ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായിരിക്കും ഇന്നത്തെ ഒരു സാഹചര്യം? ഒപ്പം മഴ എത്ര ദിവസം നീണ്ടു നിൽക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്? ഇന്ന് മഴ ഇപ്പോൾ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മാത്രമായിരിക്കും. തെക്കൻ ജില്ലകളിൽ താരതമ്യേന മഴ കുറവായിരിക്കും. മഴമേഘങ്ങളൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി തെക്കൻ ജില്ലകളിൽ സാധാരണ രീതിയിലുള്ള മഴയെ പ്രതീക്ഷിക്കുന്നുള്ളൂ ഇന്ന്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമായിട്ടായിരിക്കും. ഇപ്പോൾ വടക്കൻ കേരളത്തിൽ കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ അതുകൊണ്ടാണ് ഇന്നലെയും കുറച്ച് മഴയുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഇമ്പാക്റ്റും പിന്നെ ഇന്ന് പ്രതീക്ഷിക്കുന്ന മഴയും നോക്കുമ്പോൾ റെഡ് അലേർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് മധ്യ കേരളത്തിൽ നമ്മൾ ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട അവിടെ മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൂടാതെ ഇന്നലെ രാത്രി പെയ്ത മഴയുടെ ഒരു ഇമ്പാക്റ്റും കൂടി ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ വെരി ഹെവി റെയിനിലാണ് നമ്മൾ റെഡ് അലേർട്ട് കൊടുത്തിരിക്കുന്നത്. വടക്കൻ കേരളത്തിൽ പക്ഷേ നമ്മൾ എക്സ്ട്രീംലി ഹെവി റെയിൻ പ്രതീക്ഷിക്കുന്നത്, അതിതീവ്ര മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ജില്ലകളിൽ നമ്മൾ റെഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മാഡം, ഈ പല ജില്ലകളിലും പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരത്തും കൊല്ലം ജില്ലയിലും കനത്ത കാറ്റ്, പ്രത്യേകിച്ച് ഈ തീരദേശ മേഖലയിൽ കനത്ത കാറ്റ് വീശിയടിക്കുന്നുണ്ട്. അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ തന്നെ അത് പറയുന്നുണ്ട്. ഇത് ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടോ? ഒന്ന് അതിശക്തമായി മൺസൂൺ ഒന്ന് ശക്തിപ്പെട്ടതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കാറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ 3 ദിവസം കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ. പിന്നെ നമ്മൾ കേരളത്തിലും നമ്മൾ അതിശക്തമായ കാറ്റ് വീശാനുള്ള സാധ്യത എന്നുള്ളൊരു വാർണിംഗ് ഇന്നലെ ഇഷ്യൂ ചെയ്തിരുന്നതും ഈ മൺസൂൺ ശക്തിപ്പെടുമ്പോൾ നമുക്ക് അതിശക്തമായിട്ട് കാറ്റ് വീശാറുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് അപകടങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ടാണ് ശക്തമായ കാറ്റ് പ്രതീക്ഷിച്ചിരുന്നു, അതിനുള്ള വാർണിംഗ് കൊടുത്തിരുന്നു. മത്സ്യബന്ധനത്തിന് പോകാൻ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നതും കാരണം അറബിക്കടലിൽ വളരെ കട്ടി കൂടിയ വലിയ മേഘാവരണമാണുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതിശക്തമായ മഴയും കാറ്റും കടലിലും അനുഭവപ്പെടും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കടലിൽ പോകരുത് എന്ന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിരുന്നത്. ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം ഇന്ന് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ മുതൽ മഴ കുറയും, നമ്മൾ സാധാരണ രീതിയിലേക്ക് പോകും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇന്നൊരു ദിവസം കൂടി നമ്മൾ കുറച്ച് ജാഗ്രതയോടുകൂടി തന്നെ ഇരിക്കണം. ഈ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയുണ്ട്.